Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പം നമ്മുടെ ചെറുതായിട്ട് ചുമയും പനിയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നാളെ നിങ്ങൾക്ക് എക്സാം ആണെന്ന് അറിയുമ്പോൾ എന്താ പറയുക, ക്ലാസ് എടുക്കാതിരിക്കാനും നിങ്ങൾക്ക് പുതിയ കുറേ വീഡിയോസ് തരാതിരിക്കാനും പറ്റുന്നില്ല. സോ യെസ്, അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു? യെസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയുടെ ചെയ്തു, അതുപോലെ തന്നെ ബയോളജിയുടെ ചെയ്തു. അപ്പോൾ ഫിസിക്സിന്റെ മാത്രമായിട്ട് നമ്മൾ കുറയ്ക്കുന്നില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ബോർഡ്സിന് ഓൾറെഡി എഴുതിയതാണ് എങ്ങനെയാണ് നമ്മുടെ +1 എക്സാം വരുന്നത് എന്നുള്ളതൊക്കെ. സോ അതേ പാറ്റേൺ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആൻസർ ചെയ്യുവാണ്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം ഇത് തന്നെ വരും എന്നല്ല പറയുന്നത്, പക്ഷേ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വരും. ആൻഡ് ഓൾസോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. സോ ആ സെഷനും കാണാം. ആൻഡ് ഓൾസോ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഫിസിക്സിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് സെഷൻ ചെയ്തിരുന്നു. ഒരു 10 minutes വീഡിയോ ആണ്. സോ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ 100% പഠിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം. ബിഫോർ ദാറ്റ് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഫൈൻ. യെസ്, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫണ്ടമെന്റൽ ഫോഴ്സ്? ഓപ്ഷൻ എ വിസ്കസ് ഫോഴ്സ്, ബി ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ഉള്ളത് അല്ലേ. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പറയാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് പറയാം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് പറയാം. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദീസ് ആർ ദി basic forces which act in the universe. Okay, which act in the universe. Okay, all 4 fundamental forces: gravitational force, weak nuclear force, strong nuclear force and electromagnetic force. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി സംശയമൊന്നുമില്ല. ഇവിടെ വിസ്കസ് ഫോഴ്സ് വന്നിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നിട്ടുണ്ട്, റെസിസ്റ്റീവ് ഫോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഫണ്ടമെന്റൽ ഫോഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഡൺ. യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. പാരലാക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ. സിമ്പിൾ അല്ലേടാ? യെസ്, ലാർജർ ഡിസ്റ്റൻസ് അല്ലെ, ലാർജ് ഡിസ്റ്റൻസ് എല്ലാം, അതായത് നമ്മുടെ എർത്തിൽ നിന്നും സ്റ്റാറിലോട്ട് അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് പാരലാക്സ് മെത്തേഡ്. ഓക്കെ, പാരലാക്സ് മെത്തേഡ് ഡിറ്റർമിൻ ദ ലാർജ് ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ് ഫ്രം എ പ്ലാനറ്റ് ഓഫ് സ്റ്റാർ ഫ്രം എർത്ത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Which of the following is a scalar quantity? Velocity is a vector quantity. Mass അതൊരു scalar quantity ആണ്. Acceleration is a vector quantity. Displacement is a vector quantity. Okay, vector quantity എന്ന് പറയുന്നതും scalar quantity എന്ന് പറയുന്നതും എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, അതിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അതുപോലെ അത് വെക്ടർ ഓൾജിബ്ര അതെന്തെയും ഫോളോ ചെയ്യും. ആൻഡ് സ്കെയിലാർ എന്ന് പറഞ്ഞാലോ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ സ്കെയിലാറിന് എക്സാമ്പിൾ ആണ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് വെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വെലോസിറ്റി, acceleration and also displacement. Clear alle? Yes. The moment of inertia of a rigid body depends on the mass of the body. This statement is simple. എന്താണ്? ട്രൂ ആണ് അല്ലേ? യെസ്. അപ്പം ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, എ ക്വാണ്ടിറ്റി എക്സ്പ്രസിംഗ് a body's tendency to resist angular acceleration. Okay, angular acceleration. So this is simply moment of inertia. അപ്പോൾ നമുക്ക് പറയാം ഒരു പോയിന്റ് മാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പോയിന്റ് മാസിനെ സംബന്ധിച്ചിടത്തോളം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? mr² ആണ് അല്ലേ? mr² ആണ്. അപ്പോൾ നമുക്കറിയാം പോയിന്റ് മാസ്
ഓക്കെ, പോയിന്റ് മാസം എന്നുള്ളതല്ല നമ്മൾ കൺസിഡർ. നമുക്കറിയാം പോയിന്റ് മാസുകളുടെ ഒരു സിസ്റ്റമാണ് അല്ലേ, അല്ലെങ്കിൽ പറയാം നമുക്ക് എന്താണ് ഇത്രയും പോയിന്റ് മാസസിന്റെ ഒരു കളക്ഷൻ ആണ് ഒരു ബോഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I which is equal to എന്തായിരുന്നടാ, യെസ്, സിഗ്മ I is equal to 0 to n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം MI/RI². സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയുന്നത്, യെസ്, നമ്മുടെ M എന്ന് പറയുന്നത് മാസാണ്, ആൻഡ് അതുപോലെ തന്നെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ ഓക്കെ അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ അറിയാം. സോ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്തത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് പ്രഷർ സംശയമൊന്നുമില്ല അപ്പാ അല്ലേ, യെസ്, നമ്മുടെ പാസ്കലാണ്. ആൻഡ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഓം എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ആൻഡ് ദെൻ പാസ്കൽ പ്രഷർ ആണ്. ആൻഡ് വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ, യെസ്. അപ്പൊ നമുക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് എ മോളിക്യൂൾ ക്യാൻ ട്രാവൽ without colliding is called, that is simply mean free path. മീൻ ഫ്രീ പാത്തിന്റെ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലേ. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, 2 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് തമ്മിൽ ഒരു മോളിക്യൂൾ പോകുന്നു, അത് അടുത്തതിനെ കൊളൈഡ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് എ മോളിക്യൂൾ ക്യാൻ ട്രാവൽ വിത്തൗട്ട് കൊളൈഡിങ് ഇസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാലോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറയാം. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് എന്താണ്, യെസ്, ദിസ് ഇസ് സിംപ്ലി വേവ് ലെങ്ത് അല്ലേ. യെസ്, വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഓൺ ദി വേവ് വെൻ ഇറ്റ് കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ പാത്ത് ലെങ്ത്. ഓക്കെ, ആക്ച്വൽ പാത്ത് ലെങ്ത്തിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. റൈറ്റ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് യൂണിറ്റ്. അപ്പം നമുക്ക് 2 മാർക്ക് വെയിറ്റേജ് വരുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ഈസി ആക്സസിബിൾ ആയിരിക്കണം. ഓക്കെ, ഈസി ആക്സസിബിൾ ആയിരിക്കണം. അതുപോലെ ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്, ഇത് ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണലി, ഓക്കെ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിരിക്കണം അല്ലേ. സോറി, ഞാൻ സോറി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ സോറി പറയേണ്ടി വരും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് മസ്റ്റ് ബി ഇൻവാരിയന്റ്. ഓക്കെ, യെസ്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഗുഡ് യൂണിറ്റിനായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ ആക്സലറേഷൻ. എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ അല്ലേ, അതാണ് സിംപ്ലി ആക്സലറേഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മെൻ ബൈ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോഡിയുടെ കംപ്ലീറ്റ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്. ഓക്കെ അല്ലേ, കംപ്ലീറ്റ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എൻറ്റയർ മാസ് ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് എ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് ദി ബോഡി അപ്പിയേഴ്സ് ടു ബി കോൺസെൻട്രേറ്റഡ്. ക്ലിയർ? യെസ്. അപ്പം സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതൊക്കെ പഠിക്കുക, കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, ആ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 ബോഡീസ്, ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയത്ത് 2 ബോഡീസ് ഉണ്ട്, ഓക്കെ, ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സം അതർ തേർഡ് ബോഡി. ഓക്കെ, 3 ബോഡീസ് ഉണ്ട്, അതിൽ ഈ 2 ബോഡീസും മൂന്നാമത്തെ ബോഡി ആയിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യെസ്, ഇതെല്ലാം എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ അല്ലേ. ദ സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് if 2 bodies are each in thermal equilibrium with some third body, then they are also in equilibrium with each other. ഓക്കെ അല്ലേ, 3 ബോഡീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഈ 2 ബോഡീസും മൂന്നാമത്തെ ബോഡി ആയിട്ട് എന്താണ്, യെസ്, ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3 എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, ഇത് ഞാൻ ജസ്റ്റ് പോയിന്റ് ചെയ്ത് പറയുവാണ് കേട്ടോ. ഫസ്റ്റ് ലോ, ഓക്കെ, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താ, സെറോത്ത് ലോ കഴിഞ്ഞ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിംപ്ലി എന്ന് നമുക്ക് പറയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ചോദിക്കാം കേട്ടോ, 1 മാർക്ക് വെയിറ്റേജിലായിട്ട് ചോദിക്കാം. ഓക്കെ, യെസ്. അപ്പം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബൈ ഡിസ്ട്രോയിഡ്. ആൻഡ് സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡ് ലോ, എൻട്രോപ്പീസ് ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ്. എനി ഐസൊലേറ്റഡ് സിസ്റ്റം സ്പോണ്ടേനിയസ്ലി ഇവോൾവ്സ് ടുവേർഡ്സ് തെർമൽ ഇക്വിലിബ്രിയം.
ആൻഡ് തേർഡ് ലോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ വായിക്കാൻ പറ്റത്തില്ല. Define simple harmonic motion. Okay, simple harmonic motion is defined as a motion in which the restoring force is directly proportional to the displacement of the body from its mean position. The direction of the restoring force is always towards the mean position. Okay അല്ലേ? So simple harmonic motion എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിനകത്ത് എഴുതി വെക്കാം. ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ഇത് കൂടുതൽ പറയാനുണ്ടോ? ഇൻ എ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ദ മീഡിയം മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദി വേവ്. ഓക്കെ, ഹിയർ ദ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ദ ഫോഴ്സസ് other particles to vibrate. And in transverse wave the medium moves perpendicular to the direction of wave. Okay, wave ന്റെ perpendicular ആയിട്ടായിരിക്കും. Here the particle move up and down as the wave move horizontally. മറ്റേത് സെയിം ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഇവിടെയാണെങ്കിലോ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കേട്ടോ. സ്റ്റേറ്റ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇത് സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 vectors are represented as 2 sides of a triangle, then with the order of magnitude and direction, then the third side of the triangle represents the magnitude and direction of the resultant vector. ഓക്കെ, നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എയും ബിയും, അങ്ങനെ 2 വെക്ടേഴ്സ് ആണ് ഉള്ളത്. സോ ഈ എയുടെയും ബിയുടെയും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ എയും ബിയും നമ്മൾ എന്ത് ചെയ്തു? സെയിം എക്സാക്ട്ലി ദ സെയിം ഓർഡറിൽ നമ്മൾ വെക്കുകയാണ്. ഓക്കെ, സെയിം ഓർഡറിൽ നമ്മൾ വെച്ചു. ദെൻ എന്താ പറയുന്നത്? തേർഡ് സൈഡ് എന്ത് ചെയ്യും? യെസ്, ഇതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ്. നമുക്ക് ഡയറക്ഷനും സ്പെസിഫൈഡ് ആണ് നമ്മുടെ ഈ തേർഡ് സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? തേർഡ് സൈഡ് വിൽ ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വർക്ക് എനർജി തിയറം. സിമ്പിൾ അല്ലേടാ. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് എന്താണ്? യെസ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വലന്റ് ആണ് അല്ലേ? ഇനി എക്സ്പ്ലെയിൻ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2a പ്ലസ് 2as അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2as എന്ന് ഞാൻ അങ്ങ് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്തു? ഹാഫ് എമൗണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഹോൾ ഇക്വേഷന് ഞാൻ ഹാഫ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2as. ഓക്കെ, 2ഉം 2ഉം പോയിട്ട് എനിക്ക് ഇവിടെ എന്ത് കിട്ടി? MAS എന്ന് കിട്ടി. ആൻഡ് ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഹാഫ് എം വി സ്ക്വയറും ഹാഫ് എം യു സ്ക്വയറും ഉണ്ട്. ദാറ്റ് മീൻസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു MAS. MAS നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് MA എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ആണ്. സോ ദിസ് ഇസ് സിംപ്ലി വർക്ക് എനർജി തിയറം. ഈസി ആയിട്ട് 2 മാർക്ക് നമ്മുടെ കൈ കിട്ടി. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാ ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് 2 ബോഡീസ് ഓക്കെ ഈ യൂണിവേഴ്സിലുള്ള ഏത് തന്നെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ അട്രാക്ഷൻ ഉണ്ടാവും. ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഓക്കെ, അപ്പോൾ 2 ഫോഴ്സസ് ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ 2 ബോഡീസിന്റെയും മാസിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, 2 മാസസ് M1 ഉണ്ട് M2 ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവർ തമ്മിൽ ഇതാ എന്തുണ്ട്? യെസ്, ഒരു R ഡിസ്റ്റൻസ് അകലെ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F is proportional to M1 M2 and F is also proportional to 1/R square. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം F is equal to G M1 M2 divided by R square. G is the gravitational universal gravitational constant അല്ലേ? universal gravitational constant. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വെക്റ്റർ ഫോം ഇടുവാണെങ്കിലോ നമുക്ക് എഴുതാം മൈനസ് ജി M1 M2 ഡിവൈഡഡ് ബൈ R ക്യൂബ് ഇൻറ്റു R വെക്റ്റർ. ഓക്കെ, ഇതെങ്ങനെയാ R ക്യൂബ് വന്നെന്നൊക്കെ അറിയാലോ. നമുക്കറിയാം നമുക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു R വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തു. പകരം നമ്മൾ എന്ത് ചെയ്തു? താഴെ R ക്യൂബ് ഇട്ട് വെച്ചു. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്. ഇനി സംശയങ്ങളൊന്നും ഇല്ലല്ലോ. സംശയങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശ്വാസം ഞാൻ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് കേട്ടോ. റൈറ്റ് എനി 3 പോസ്റ്റുലേറ്റ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ്. ദ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് ആർ സ്മോൾ ആൻഡ് വെരി ഫാർ അപ്പാർട്ട് most of the volume which a gas occupies in empty space. നമുക്കറിയാം അല്ലേ, ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മേജർ വോളിയം എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്? എംറ്റി സ്പേസിലാണ്. ആൻഡ് അതിൽ ഓരോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസ് നോക്കിയിട്ടുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദേ ആർ ഫാർ ഡിസ്റ്റന്റ് ആണ് അല്ലേ? യെസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇനി ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അവരെന്ത് ചെയ്യും? യെസ്, മോളിക്യൂൾസ് ആയിട്ടും അതുപോലെ തന്നെ അത് ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസ് ആയിട്ടും അതെന്ത് ചെയ്യും?
കൊളൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരു റാൻഡം മോഷൻ ആണ്. ഈ റാൻഡം മോഷൻ്റെ ഇടയിൽ ഒരുപാട് കൊളീഷൻസ് സംഭവിക്കും. ഒരുപാട് കൊളീഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി കൊളീഷൻസ് അവിടെ സംഭവിക്കും. കൊളീഷൻസ് വിത്ത് വാൾസ് account for the pressure of the gas. When collisions occur, the molecules lose no kinetic energy. Okay, and that as the collisions are said to be perfectly elastic. Clear? അടുത്തത് ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് T is equal to 2 pi root L by G ന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ സംഭവം എഴുതുന്ന സമയത്ത് ഫിഗർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിഗർ തീർച്ചയായിട്ടും വേണം ആൻഡ് ഡിറൈവ് ചെയ്യുക. ഓൾറെഡി നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അടുത്തത്, he has draw the first 3 modes of vibration of a stretched string. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത് ചെയ്യണം, വൃത്തിക്ക് വരച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ മക്കളെ, ഓക്കെ, വൃത്തിക്ക് വരച്ചേ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് എല്ലാം എഴുതിയും വെക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, മിസ് എനിക്കിതിങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞു തരുമെന്ന് പറയുകയാണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോവാണ്. ആൻഡ് എനിക്ക് പറയാനുള്ളത് അതൊന്നും അല്ല, ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, വൃത്തിയായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, വൃത്തി മാത്രം നോക്കിയാൽ മതി. കാരണം നിങ്ങൾ വരയ്ക്കുന്നത് ചിത്രമാണ്. ഓക്കെ, നമ്മൾ എന്താ പറയുക, പ്രൊഫഷണൽസ് അല്ല, എന്നിരുന്നാൽ പോലും നീറ്റായിട്ട് ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, റൈറ്റ് ദ റൂൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഇത് നമ്മളൊരു ഷോർട്സും ചെയ്താണ് കേട്ടോ. ആ ഷോർട്സ് നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്യാച്ച് ആവും. എല്ലാ റൂൾസും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട്. സോ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്, അതായത് സീറോ അല്ലാത്ത വരുന്ന എല്ലാം എന്ത് തന്നെയാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്, അതിലൊരു സംശയമില്ല. ഇനി അടുത്തത്, all zeros between 2 non-zero are significant. അതായത് ഇപ്പം നമ്മുടെ നമ്പർ വരുന്നത് 208 എന്നാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീറോ എന്താണ്, യെസ് അവിടെ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നമുക്ക് പറയാം ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും, 3 ആയിരിക്കും. അപ്പം ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഓൾ സീറോസ് ടു ദ റൈറ്റ് ഓഫ് നോൺ സീറോ ഡിജിറ്റ് ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പം എന്താ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3070.00. അതായത് നമുക്ക് ഇവിടെ എന്തുണ്ട്, യെസ് ഡെസിമൽ പോയിന്റ് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ അല്ലേ. ബട്ട് സീറോസ് ടു ദ റൈറ്റ് ഓഫ് നോൺ സീറോ ഡിജിറ്റ്സ് എന്തല്ല, അത് യെസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, ഇനി ഇത് ട്രെയിലിംഗ് സീറോസ്, അതായത് ഒരു നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന സീറോസ്, അവിടെ ഡെസിമൽ ഒന്നും ഇല്ലെങ്കിൽ ആ അതൊന്നും എന്തല്ല, യെസ് അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മൾ എത്ര പൂജ്യം 5 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഇതൊക്കെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് നമ്പർ എത്രയാണ് വരുന്നത്, 1 വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ നമ്പർ കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് വെക്കുന്ന സീറോസ്, അതൊന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനിയുണ്ട്, നമുക്ക് നോക്കാം. യെസ്, all zeros to the right of the decimal point and to the right of non-zero digits are significant. അതായത് ഇപ്പോൾ നമ്മുടെ ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, യെസ് ഇപ്പുറത്ത് അവിടെ നമുക്കൊരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് significant figures does not depend on the system of units used. ഓക്കെ, ഏത് യൂണിറ്റ് ആണോ പറയുന്നതിനുള്ളത് എന്ത് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇതിൽ ഏത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം 1.53 സെന്റിമീറ്റർ, അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത്, 3 ആണ്. ഇനി 0.0105 ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാടാ, യെസ് അഗെയിൻ 3 ആണ് വരുന്നത്. ഇനി കിലോമീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ സീറോസ് ഒക്കെ ഇതാണോ, സിഗ്നിഫിക്കൻ്റ് ആണോ, അല്ല. അപ്പം ഈ 3 കേസ്, അതായത് ഏത് യൂണിറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എന്തില്ലടാ, മാറ്റമില്ല. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആൻഡ് ദ പവർ ഓഫ് 10 is irrelevant. ഓക്കെ, നമ്മളിപ്പം ഏത് നമ്പറിൻ്റെയും 6.022 × 10⁻23 അല്ലേ, ഈ 23 എന്ന് പറയുന്നത് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ബട്ട് 10ന്റെ പവർ ആയിട്ട് വരുന്ന ഒന്നും തന്നെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല കേട്ടോ. ക്ലിയർ? യെസ്, ഡിറൈവ് an expression for maximum height of a projectile and the time of flight of a projectile എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എഗെയിൻ ഇവിടെ പറയാനുള്ളത് ഫിഗർ വരയ്ക്കുക ഫസ്റ്റ് തന്നെ. സോ യെസ്, നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ആണ് ദാ. ഓക്കെ, യെസ്. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്, മാക്സിമം ഹൈറ്റും വേണം, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റും വേണം. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് ദാ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാനെടുത്ത സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റ്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇനീഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലായിരിക്കും ഇത് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ, ഓക്കെ ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ ഇതിനെ കമ്പോണൻസ് ആക്കുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു തീറ്റ ആംഗിൾ, അതായത് ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ V0നെ കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ കമ്പോണൻസ് ആക്കിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
So yes, എനിക്ക് രണ്ട് കമ്പോണൻസ് കിട്ടി. This is V0 cos theta and this is V0 sin theta. ഓക്കെ യെസ്, അപ്പോൾ എനിക്ക് രണ്ട് കമ്പോണൻസ് കിട്ടി. ആൻഡ് ഇതാണ് എൻ്റെ വി വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ വി എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, യെസ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഞാൻ വി വൈയും വി എക്സും കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി വൈൻ്റെ വാല്യൂ എന്തായിരിക്കും, 0, കാരണം അത് മാക്സിമം ഹൈറ്റ് ആണ്. വി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V0 കോസ് തീറ്റയും വരും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം, മാക്സിമം ഹൈറ്റിൽ കണ്ടുപിടിക്കേണ്ട വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, V square which is equal to U square plus 2AS. ഓക്കെ, സോ ഇവിടെ ഞാൻ കൊടുക്കുന്നത് V0 സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V0 അല്ലെങ്കിൽ നമുക്ക് പറയാം VY സ്ക്വയർ. ഓക്കെ, VY സ്ക്വയർ. ഓക്കെ അല്ലേ? യെസ്. അപ്പം V സ്ക്വയർ അല്ലെങ്കിൽ VY സ്ക്വയർ, ഇവിടെ V0 അല്ലെങ്കിൽ U എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, VY സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി UY അതായത് ഇനീഷ്യൽ കമ്പോണൻറ്റ്, ഓക്കെ, ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയുടെ വരാം, വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ V0 സൈൻ തീറ്റ. ഓക്കെ, V0 സൈൻ തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A എന്ന് പറയുമ്പോൾ എന്താ വരിക, -G ആയിരിക്കും വരിക. S എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മാക്സിമം ഹൈറ്റ്. ഇനി ഞാനിതൊന്ന് റീഅറേഞ്ച് ചെയ്തു. V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2GH. തെറ്റൊന്നുമില്ലല്ലോ, കാരണം ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരും. അപ്പോൾ അത് ഈക്വാലിറ്റിയിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ 2GH വിച്ച് ഇസ് ഈക്വൽ ടു V0 സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്, യെസ് ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. സോ H ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2G. ഓക്കെ, ദിസ് ഇസ് ഫോർ മാക്സിമം ഹൈറ്റ്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരെ എത്തുക. അപ്പം നമ്മുടെ Y എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 അല്ലേ? വൈൻ്റെ വാല്യൂ 0 അല്ലേ വരിക, ഇവിടെ വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ വൈൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 0 ആണ്. ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങുന്നത്, S is equal to UT plus half AT square. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലാണ് ഞാൻ ഇവിടുത്തെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ S എന്ന് പറയുമ്പോൾ Y ആ വരാം, വൈൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 0 ആണ് അല്ലേ? അപ്പം 0 is equal to UY. ഓക്കെ, ദാറ്റ് മീൻസ് V0 സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം എന്ത് പറയാടാ, -G ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ അല്ലേ? സോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, V0 സൈൻ തീറ്റ ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ. ഓക്കെ അല്ലേ? എനിക്ക് ഇനി എന്താ വേണ്ട, ടീൻ്റെ വാല്യൂ അല്ലേ, ഇവിടെ ഒരു ടി സ്ക്വയർ ഉണ്ട്. അപ്പം ഈ ടി സ്ക്വയർ ക്യാൻസൽ ആയിപ്പോൾ എനിക്ക് ഒരൊറ്റ ടി ആയിട്ട് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻ്റെ ഫൈനൽ ടി ഇസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ G എന്ന് എനിക്ക് കിട്ടും അല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. സോറി, 2V0 കേട്ടോ. ഇവിടേക്ക് ഈ 2 ഇങ്ങനെ പോവും. ഓക്കെ, ഈ ടിയും ടിയും കൂടെ ക്യാൻസൽ ആയി പോകുന്നു. സിമ്പിൾ അല്ലേ? എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതുകൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, V0 സൈൻ തീറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ. ഓക്കെ, സോ ഈ ടി സ്ക്വയറും ഈ ടിയും കൂടെ പോയി. നമുക്ക് വേണ്ടത് ഈ ഒരു ടേം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്ത് ഈ 2-നെ പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 2V0 സൈൻ തീറ്റ, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ, GT. ഓക്കെ, ഇനി Gനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ. സോ 2V0 sin theta divided by G which is equal to T. Clear? All set? So അങ്ങനെ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റും ഇത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രൂഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്, പ്രൂഫ് നമ്മൾ ചെയ്തതാണ്. സോ യെസ്, അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാടാ, യെസ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്, യെസ് നമ്മുടെ ഫോഴ്സ് അപ്ലൈഡ്. ഓക്കെ, F is equal to dp/dt ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. ഇനി പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിൻ്റെ മാസ് M1 ആണ്, ഇതിൻ്റെ മാസ് M2 ആണ്. ഓക്കെ അല്ലേ? രണ്ടിൻ്റെ മാസ് M1 M2 എന്ന് പറയുന്ന മാസാണ്. ഇതിൻ്റെ വെലോസിറ്റി U1 ആണ്, ഇതിൻ്റെ വെലോസിറ്റി U2 ആണ്. ഇപ്പോൾ ലെറ്റ്സ് സേ സപ്പോസ് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രേറ്റ് ലൈനിലാണ് പോകുന്നത്. സോ U1 ഇസ് ഗ്രേറ്റർ ദാൻ U2 ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് എന്ത് ചെയ്യും, യെസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യും, U1 കൂടുതലാണ് അല്ലേ? ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും രണ്ടുപേരും പോകുന്ന സ്പീഡിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, യെസ് ഇത് വന്നിട്ട് M2നെ വന്നിട്ട് ഹിറ്റ് ചെയ്യും അല്ലേ? U1 കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഇത് അതിൽ ഹിറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ആ കൊളീഷൻ നടന്നു. കൊളീഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, യെസ് M1 എന്ന് പറയുന്നത് V1 വെലോസിറ്റിയിലും M2 എന്ന് പറയുന്നത് V2 വെലോസിറ്റിയിലും സ്ട്രേറ്റ് ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാൻ പോവാണ് F(B) ഡ്യൂ ടു A. ഓക്കെ, ദാറ്റ് ഈസ് FBA വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ പറയാടാ, യെസ് M2 V2 മൈനസ് U2 ഡിവൈഡഡ് ബൈ T. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നേരെ തിരിച്ച് നമ്മൾ എന്താ പറയുക, F(A) ഡ്യൂ ടു B. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, M1 ഇൻറ്റു V1 മൈനസ് U1 ഡിവൈഡഡ് ബൈ T.
ഓക്കെ അല്ലേ? ഇതിനെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? FAB which is equal to minus FBA. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നത്? യെസ്, നമുക്കറിയാം ആക്ഷൻ ഫോഴ്സ് which is equal to റിയാക്ഷൻ ഫോഴ്സ് അല്ലേ? യെസ്. സോ നമ്മൾ എഴുതി FAB which is equal to minus FBA. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് M2 V2 minus U2 divided by T which is equal to M1 V1 minus U1 divided by T. Okay, T and T cancel ആയി പോയി. ഞാൻ ഉള്ളിലോട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തു. M2 V2 minus M2 U2 which is equal to M1 V1 minus M1 U1. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, എല്ലാ ഒരേപോലത്തെ ടേംസിനൊക്കെ ഞാൻ ഒരേ സൈഡിലോട്ട് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ എനിക്ക് എങ്ങനെ വരാം? M1 V1 plus M2 V2 which is equal to M1 U1 plus M2 U2. And this is simply നമുക്ക് പറയാം law of conservation of momentum. ഓക്കെ അല്ലേ? law of conservation of, കാരണം എന്താണ്? യെസ്, മൊമെന്റം ആണ് അല്ലേ? മാസ് ഇൻടു വെലോസിറ്റി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? law of conservation of linear momentum നമ്മൾ പ്രൂവ് ചെയ്തു. എത്ര മാർക്കായിരുന്നടാ? 4 മാർക്ക്. യെസ്. ഇനി അടുത്തതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഇസ് ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ റീജിയൻസ്. ഓക്കെ, ഫസ്റ്റ് റീജിയൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ OA. ഓക്കെ, ഇതെന്താണ് OA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലാസ്റ്റിക് റീജിയൻ ആണ് അല്ലേ? ഇലാസ്റ്റിക് റീജിയൻ ആണ്. ആൻഡ് ആ റീജിയന്റെ പ്രത്യേകത എന്താ? അത് ഹുക്സ് ലോ ഒബേ ചെയ്യും അല്ലേ? ഇനി അടുത്തതാണ് ZD എന്ന് പറയുന്നത്. എന്താടാ? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്ലാസ്റ്റിക് റീജിയൻ. ഓക്കെ, യെസ്. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? D പോയിന്റ്. Okay, D point, that is yield point. Yield point എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, it is defined as the point at which the material starts to deform. Okay. Okay. After the yield point is passed, permanent plastic deformation occurs. Okay അല്ലേ? ഇനി അടുത്ത പോയിന്റ് ഏതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? D എന്ന് പറയുന്നത് സിംപ്ലി ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ഫ്രാക്ചർ പോയിന്റ് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ആ മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റ് കപ്പാസിറ്റി അല്ലെ, ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കംപ്ലീറ്റ്ലി അത് ബ്രേക്ക് ചെയ്യുന്നു. This is the point at which the stress strain curve at which the failure of the material takes place. Okay, completely collapsed നമുക്ക് പറയാം അല്ലേ? യെസ്. Temperature versus heat graph of a water is given. From the graph mention the points A, B, C and D. Okay, so ഇവിടെ A എന്ന് പറയാം. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താടാ? യെസ്, നമ്മുടെ സോളിഡ് ആണ്. ഓക്കെ, ആ A എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡ് ആണ് ആൻഡ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് Bയിലോട്ട് വരുമ്പോഴും അവിടെ എന്താണ്? യെസ്, അവിടെ ഫേസ് ചേഞ്ച് ചെയ്യുക. ഓക്കെ അല്ലേ? അവിടെ സോളിഡ് ടു ലിക്വിഡിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ സിയിലോട്ട് വരുമ്പോൾ അത് ലിക്വിഡ് ഫേസ് ആണ്. അഗൈൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. ആൻഡ് പാർട്ട് Dയിലോട്ട് വരുമ്പോഴോ യെസ്, ദർ ഇസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ഓക്കെ, അഗൈൻ ഫേസ് ചേഞ്ച് ആണ് Dയിൽ വരുന്നത്, ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ദെൻ യെസ്, അടുത്തത് നമ്മുടെ അടുത്ത അടിപൊളി ചോദ്യം അല്ലേ? നമ്മുടെ കാർനോട്ട് സൈക്കിളും പ്രോസസ്സും ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം കാർനോട്ട് സൈക്കിളിൽ നമുക്ക് 4 പ്രോസസ്സുകളാണ് പറയാനുള്ളത്. ഏതായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ, ഓക്കെ, ദെൻ അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഐസോതെർമൽ compression, then adiabatic compression. ഓക്കെ, യെസ്. അപ്പം ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും 4 പ്രോസസ്സുകൾ നമ്മൾ ലേബൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫിഗർ വരയ്ക്കുക ആൻഡ് ഓൾസോ ലേബൽ ചെയ്യുക. ആൻഡ് ഓൾസോ യു ക്യാൻ മെൻഷൻ ലൈക്ക് ദിസ്, എന്താണ് ഈ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് P1 V1 T1 to P2 V2 T2 അല്ലേ? ഇനി സെക്കൻഡ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാലോ യെസ്, P2 V2 T1 to P3 V3 T2. ഓക്കെ, ആൻഡ് ഇത് ഓരോന്നിൻ്റെയും സ്പെസിഫൈ ചെയ്ത് എഴുതുക ആൻഡ് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നോക്കിയാൽ മതി. യെസ്, നെക്സ്റ്റ് വൺ. ഫോർ എ യൂണിഫോംലി ആക്സലറേറ്റഡ് ബോഡി, ഓക്കെ, പ്രൂവ് ദാറ്റ്. ഈ പ്രൂഫ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. യെസ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. എന്താണ് നമ്മൾ ചെയ്യുന്നത്? യെസ്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് U ആണ് ആൻഡ് ദിസ് ഇസ് V. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി V minus U.
ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ അണ്ടർ ദി VT curve. ഓക്കെ, സോ ഞാൻ എസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ദാ ഈ ഒരു ഏരിയ ഞാൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് 2 പാർട്സ് ആക്കിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BHും, രണ്ടാമത് എനിക്കൊരു റെക്റ്റാങ്കിൾ ആണുള്ളത്. ആ റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ആണ്. ഈ 2 ഏരിയ കണ്ടുപിടിക്കുന്നു, ഇത് സം ചെയ്യുന്നു, ആൻഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. ഫൈനലി നമുക്ക് കിട്ടും S is equal to UT plus half AT square. ഓക്കെ, ഇത് ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതേ കാര്യം തന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആൻഡ് ഓൾസോ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ ഒരു മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന കൊച്ചു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് കേട്ടോ. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ. ആൻഡ് അഫ്കോഴ്സ് എന്താ പറയുക, ഒരു പോയിന്റ് പോലും വിടരുത്, നല്ല മാർക്ക് കിട്ടുന്ന ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഇത് പറഞ്ഞ് എനിക്ക് വരെ മടുത്തിരുന്നു. എനിക്കിപ്പം സൗണ്ടും വരുന്നില്ല, സൗണ്ട് വരുന്നുണ്ട് പക്ഷെ എനിക്കത് ചുമയാണ് വരുന്നത്, പകരം സൗണ്ടിനേക്കാളും കൂടുതൽ ചുമയാണ് വരുന്നത്. ഓക്കെ, സോ യെസ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഏരിയാസ് രണ്ടിൻ്റെയും ഞാൻ പറയാം. ഫസ്റ്റത്തെ ഹാഫ് BH, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് T ആ അല്ലേ. അപ്പം ഹാഫ് ഇൻറ്റു T ഇൻറ്റു H എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V minus U. Okay, and second one is U into T. Okay, so S എന്ന് പറയുന്നത് എന്തായിരിക്കും, UT plus half into V minus UT. ഓക്കെ, നമുക്ക് വേണ്ടത് AT സ്ക്വയറിലോട്ടല്ലേ വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് V minus U by T അല്ലേ. സോ ഞാനിവിടെ V minus U ഉണ്ട്, അപ്പം V minus U ഇതിൽ നിന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കുക, V minus U is equal to AT. അപ്പോൾ ഞാനതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ UT plus half into AT into T which is equal to UT plus half into AT square. Done? Yes. ഇനി അടുത്തത് നമ്മുടെ V square is equal to U square plus 2AX. ഇവിടെ എന്താ ചെയ്യേണ്ടത്, യെസ് നമുക്കറിയാം എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, T is equal to V minus U by A ആണ്. ആൻഡ് ദെൻ നമുക്ക് പറയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V minus U by 2 ആണ്. ഓക്കെ, സോറി V plus U by 2 ആണ്. സോ ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈം അല്ലേ. ഓക്കെ, ഓഡിയോ ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഞാൻ കുറച്ചും റിലാക്സ്ഡ് ആയി പോയതാണ്. ഓക്കെ, യെസ്, അപ്പം ആവറേജ് വെലോസിറ്റി ദാറ്റ് ഈസ് V plus U by 2 ഇൻറ്റു T എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഓൾറെഡി കിട്ടി, V minus U by A. ഓക്കെ, സോ ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്, V plus U ഇൻറ്റു V minus U, that means A plus B into A minus B. Okay, this is simply A square minus B square. So ഞാനിവിടെ എന്ത് ചെയ്തു, V square minus സോറി എടാ U അല്ല എടുക്കേണ്ടത് കേട്ടോ, V0 ആണ് കേട്ടോ, കാരണം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ V0 ആണ് കിടക്കുന്നത്. ഓക്കെ, V0. സോ ഞാൻ എന്താ ചെയ്യുന്നത്, യെസ് എന്തായിരുന്നടാ, ഓക്കെ, V square minus V0 square കിട്ടി, ഡിവൈഡഡ് ബൈ 2A. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്, എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 2AX ഇസ് ഈക്വൽ ടു V square മൈനസ് V0 സ്ക്വയർ. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ V0 സ്ക്വയർ പ്ലസ് 2AX വിച്ച് ഇസ് ഈക്വൽ, സോ 2AX വിച്ച് ഇസ് ഈക്വൽ ടു V square. അങ്ങനെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. അടുത്തത് ഡിഫൈൻ ഫ്രിക്ഷൻ, റൈറ്റ് എനി ടൈപ്സ് ഓഫ് 2 types of friction and write the method to reduce friction. ഫസ്റ്റ് വൺ, ഫ്രിക്ഷൻ ഡിഫൈൻ ചെയ്യുക, എന്താ, ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലെ, മോഷനെതിരെ വരുന്ന ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സർഫസ് ദാറ്റ് ആർ ഇൻ കോൺടാക്ട് വെൻ ദേ മൂവ് പാസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഇനി 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതെന്താണെന്നുള്ളതും സ്പെസിഫൈ ചെയ്താൽ. ഇനി റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം. Use of ball bearings, that is replacing sliding friction without rolling friction and streamlining the body. Okay, then another question, define work, explain the different types of work. കുറേ എഴുതാൻ പറ്റും അല്ലേ നമുക്ക്, കാരണം ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്താണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ യെസ്, വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് സയൻസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത് അല്ല. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റത്തുള്ളൂ, യെസ് വർക്ക് അവിടെ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ, യെസ്. സോ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആസ് എ ഫോഴ്സ് ദാറ്റ് കോസസ് എൻ ഒബ്ജക്ട് ടു മൂവ്.
ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ചിട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഫിസിക്കൽ മീനിങ് അനുസരിച്ചിട്ട് എന്താ പറയുക, വർക്ക് എന്ന് പറയുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ ഫിസിക്സിലോട്ട് വരുമ്പോൾ 0 വർക്കാണ് വരുന്നത് അല്ലേ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ടൈപ്പ് വർക്കാണ് പഠിച്ചത് അല്ലേ. ഒന്ന് 0 വർക്ക്, ഓക്കെ, ആൻഡ് വേറൊന്ന് എന്തായിരുന്നടാ, പോസിറ്റീവ് വർക്ക്, ദെൻ നെഗറ്റീവ് വർക്ക്. ഓക്കെ അല്ലേ. ഇതൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, എഫ് ആൻഡ് ഡി എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും അല്ലേ, സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് വർക്ക് ഡൺ ഇസ് നോൺ ആസ് പോസിറ്റീവ് വർക്ക്. ഓക്കെ, ആൻഡ് പോസിറ്റീവ് വർക്ക് നമ്മൾ എക്സാമ്പിളായിട്ട് നെഗറ്റീവും കൂടെ പറഞ്ഞ് നമുക്ക് പറയാം. നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പം എന്താ നമുക്ക് വരാം, നമ്മുടെ റിസൾട്ട് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. സോ നെഗറ്റീവ് വർക്ക്. ദെൻ 0 വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒന്നുകിൽ ഫോഴ്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം യെസ്, ഫോഴ്സും ഇതും പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 0 വർക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ. ഒന്നുകിൽ ഫോഴ്സ് 0 അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, യെസ്, സിമ്പിളായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എന്താ, സർക്കുലർ മോഷൻ. കാരണം 5 മാർക്സ് ആണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് എഴുതണം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, യെസ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്നത് സർക്കുലർ മോഷൻ അല്ലേ. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിന്റെ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റും സെയിം ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനി ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് പറയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കാരണം എന്തുകൊണ്ട്, അവർ തമ്മിലുള്ള ആംഗിൾ അല്ലെ, മോഷനും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ നെഗറ്റീവ് വർക്കും പോസിറ്റീവ് വർക്കും നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അല്ലേ. അതായത് നമ്മളിപ്പം ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക, കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കത്തില്ലേ. യെസ്, അവിടെ എന്താ പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. സോ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മൾ ഇങ്ങോട്ട് ആ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടൊക്കെയാണ്. ബട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാണ്, ഓൾവേസ് ഡൗൺവേർഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ ഇത്തരം എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് നിങ്ങളതൊന്ന് എഴുതാം കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് ട്രൂ. State true or false. Acceleration due to gravity is maximum at the surface of Earth. That is a true statement. Derive an expression for acceleration due to gravity above the surface and below the surface. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. അത് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വോയിസ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്കിത് എടുത്തു തരാതെ നിവർത്തിയില്ലായിരുന്നു. കാരണം എല്ലാവർക്കും ഈ ഒരു സംഭവമാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണം, പ്രൊഡക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് വയ്യാഞ്ഞിട്ടൂടെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നാളെ എക്സാമാണ്, അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവും. സോ ഗൈസ്, 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇത് യെസ്, ഇതിൻ്റെ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോ, ഇന്നലെ നിങ്ങൾ ചാനൽ നോക്കിയാൽ മതി. ഇന്നലത്തെ വീഡിയോയ്ക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. And then state Bernoulli's theorem and write proof of the Bernoulli's principle. Okay, according to Bernoulli's theorem, the sum of energies possessed by a flowing ideal liquid at a point is constant provided that the liquid is incompressible. ഞാൻ again and again telling you, ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ വരണം കേട്ടോ. ഓക്കെ, ലിക്വിഡ് ഇൻകംപ്രസിബിൾ, നോൺ വിസ്കസ് ആൻഡ് ഫ്ലോ ഇൻ സ്ട്രീം ലൈൻ. ഓക്കെ, ബെർണോളിസ് തിയറം എഴുതുമ്പോൾ ഇതെന്തായാലും എഴുതണം. ആൻഡ് ആ ഒരു പ്രൂഫും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 5 മാർക്ക് കിട്ടുന്നു. ഓക്കെ, യെസ്. സോ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി പെട്ടെന്നൊരു എമർജൻസി ബേസിസിൽ മീൻസ് എനിക്ക് ആ ഒരു ഒരൊറ്റ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ഈ ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞുതരാമോ, ഈ ഒരു ടോപ്പിക് എനിക്ക് പറഞ്ഞുതരാമോ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ടെലഗ്രാമിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ആൻഡ് യെസ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്, ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ എനിക്ക് അതറിഞ്ഞാൽ കൊള്ളാം, ഇതറിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ആ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, സോ യെസ്, മാക്സിമം വീഡിയോസ് ഇവിടെ വരുന്ന വീഡിയോസൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും, അതായത് കംപ്ലീറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസും. ഓക്കെ, അതായത് ഇനി നിങ്ങൾ ഒന്നിനെ കുറിച്ചിട്ടും 1 മാർക്കിനെ കുറിച്ചിട്ടും നിങ്ങൾ ബോധേഡ് ആവേണ്ട, അത്രയും എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ യെസ് ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.